അപ്പൂപ്പന് ഇത് കൊടുത്ത ഒരു കഴിവും പിന്നെ അതുണ്ടാക്കാൻ നിൽക്കാനുള്ള സമയം സ്പെൻഡ് ചെയ്ത കാര്യങ്ങളും ക്ഷമയോട് ഇത് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു കല കൂടാണ്. അത്രേ ഉള്ളൂ പറയാൻ. മോനെ എന്തെങ്കിലും കലാപരമായിട്ടൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ ഒരു കാള ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെയൊക്കെ ഇത്ര ചെയ്യാറുള്ളൂ. ഇതേപോലെ ഒന്നും ചെയ്യാറില്ല. സഹായിക്കുവോ? സഹായിക്കും ഇടയ്ക്കൊക്കെ. അപ്പൂപ്പനെ സഹായിക്കാറുണ്ടോ? അപ്പൂപ്പനെ ഇടയ്ക്കൊക്കെ വന്നിട്ട് സഹായിക്കാറുണ്ട് പണ്ട്. എനിക്ക് അപ്പം ബാറ്റൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു. ഇതാണ് മധുസൂദനൻ പിള്ള എന്ന് പറയുന്ന കലാകാരൻ്റെ സൃഷ്ടികളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ധാരാളം വർക്കുകൾ അദ്ദേഹം ചെയ്തു വെച്ചു. ചിരട്ടയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ചിരട്ടകളാണ്. ഇതൊക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന വർക്കുകളാണ് അദ്ദേഹം ചെയ്തു വെച്ചത്. അസാധ്യമായ വർക്കാണ്. കുറേ ദിവസത്തെ പരിശ്രമങ്ങളാണ് ഈ കാണുന്നത്. ഓരോ വർക്കിനും 2-3 ദിവസമൊക്കെ അദ്ദേഹം എടുത്ത് ചെയ്യുന്ന വർക്കുകളാണ്. നമസ്കാരം, ഞാൻ രാജീവ് പുതിനൂർ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലിയോടവിലെ ചെറുവല്ലൂർ എന്ന സ്ഥലത്താണ് നിൽക്കുക. ചെറുവല്ലൂർ. അപ്പം ഇവിടെ മധുസൂദനൻ പിള്ള എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനെയാണ് നമ്മളിത് പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു വെറൈറ്റിയുടെ ലോകത്ത് സഞ്ചരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിരട്ടയിൽ എങ്ങനെ അസാധ്യമായ വർക്കുകൾ ചെയ്യാമെന്നുള്ളത് ഓരോ ദിവസവും അദ്ദേഹം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന അദ്ദേഹത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ പരിചയപ്പെടേണ്ടതും അറിയേണ്ടതുമായ ഒരു വ്യക്തിത്വമാണ് കേട്ടോ. അദ്ദേഹം പല മേഖലകളിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കലാകാരനാണ്. ഇന്ന് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഞാൻ മധുസൂദനൻ പിള്ള. അങ്ങയെപ്പറ്റി ഇങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് അങ്ങേ അറിയുന്നത്. അദ്ദേഹം പരിചയപ്പെടുത്തുമ്പോൾ എന്നോട് പറഞ്ഞത് ചിരട്ടയിൽ അസാധ്യ വർക്കുകൾ ചെയ്യുന്ന ഒരു വലിയ കലാകാരനാണ്. നിങ്ങൾ ഇത്രയും നാളായിട്ട് പരിചയപ്പെട്ടില്ലെന്ന് പറയുന്നത് വലിയ നഷ്ടമാണ്. അദ്ദേഹത്തെ നിങ്ങൾ അറിയേണ്ടതാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തപ്പെടുന്നത്. അപ്പോൾ എത്തപ്പെട്ട് അങ്ങയുടെ വർക്കുകൾ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിത്തരിച്ച് പോയിരിക്കുകയാണ്. കാര്യം അങ്ങയുടെ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിരട്ടയിൽ ചെയ്തിരിക്കുന്ന കുറേ വർക്കുകളാണ്. അപ്പോൾ ഈ ചിരട്ടയിലെ വർക്കൊരു ഭയങ്കര പെർഫെക്ഷനാണ്. അതാണ് പ്രശ്നം. നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ കാര്യം അതാണ്. കാര്യം പലരും ചിരട്ടയിൽ ഓരോ വർക്കുകൾ ചെയ്യാറുണ്ട്, പക്ഷേ ആ ഒരു പെർഫെക്ഷൻ പലയിടത്തും വരാറില്ല. അങ്ങനെ സൂക്ഷ്മതയോടുകൂടി ആ പെർഫെക്ഷനെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ കൂടുതൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് അദ്ദേഹം അങ്ങ് ഈ ഒരു കലയിലേക്ക് എത്തപ്പെടുന്നത്? എങ്ങനെയാണ്, എപ്പോഴാണ് ഈ കലയിലേക്ക് എത്തപ്പെടുന്നത്? ചെറുപ്പത്തിലെ കുറച്ചൊക്കെ കലാവാസന ഉണ്ടായിരുന്നു. കുറച്ച് എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ശരി, എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ബാൻഡറുകളൊക്കെ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഡ്രോയിങ് ഒക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെ ഒരു കലാവാസന ഉണ്ടായിരുന്നു. പിന്നെ ആശാരിപ്പണിയൊക്കെ ചെയ്യാൻ, സ്വന്തമായിട്ട് ചെയ്യാന്ന് പറയാൻ ഒരു വലിയ സംതൃപ്തിയാണ്. അപ്പോൾ അങ്ങനെ ആശാരിമാർ ചെയ്യുന്ന എല്ലാ പണികളും, സർവ്വപണികളും, കട്ടില്, കസേര, മേശ, ഇതെല്ലാം തന്നെ ചെയ്യുമായിരുന്നു. സ്വന്തമായിട്ട് ചെയ്യും. ഇപ്പോഴും ചെയ്യും. അങ്ങനെ ഇരുമ്പിലാണെങ്കിലും ചെയ്യും. വെൽഡിങ്ങും കട്ടിങ്ങും എല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷണലി നമ്മൾ ജോലി ചെയ്തതാണ്. ഒരു ഫാബ്രിക്കേറ്ററായിരുന്നു നേരത്തെ. പിന്നെ ഈ കലാവാസന അതിങ്ങനെ എന്ത് കണ്ടാലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഈ യൂട്യൂബിലൊക്കെ അന്ന് ഈ കോവിഡ് ആയിരുന്ന കാലത്ത് എല്ലാവരും വിശ്രമത്തിലാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെറിയ കലാപരിപാടികൾ കണ്ട് നമുക്ക് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം വന്നിട്ട് പിന്നെ നമ്മൾ ഒഴിവുള്ള സമയങ്ങളിൽ, ഒഴിവില്ല എങ്കിൽ പോലും നമ്മൾ ആ ഒഴിവുള്ള സമയങ്ങൾ കണ്ടെത്തി അങ്ങനെ ഓരോ വർക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ എന്താണ് ചെയ്യുന്നത്? ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു മയിലിനെ ഷേപ്പാക്കി എടുക്കുക. ഒരു മയിലിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? അതെ. മയിലെന്ന് നമ്മളുടെ ഒരു സങ്കല്പം. നമ്മുടെ സങ്കല്പം. പിന്നെ കാണികളാണല്ലോ തീരുമാനിക്കേണ്ടത് മയിലാണോ കുയിലാണോ. ഒരു രസികൻ കൂടിയാണ്. അപ്പോൾ ഇതിങ്ങനെ 2 ചിറക്, ഇതതിൻ്റെ ഉടല്. അപ്പം ഇത് കഴുത്താണ്. കഴുത്തെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് റൗണ്ടായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഹാൻഡ് വർക്കാണല്ലോ, മെഷീൻ വർക്ക് ഒന്നുമില്ല. എല്ലാം വെറും ഈ ആക്സ് ബ്ലേഡും മാത്രമാണ് നമ്മുടെ ഉപകരണം എന്ന് പറയുന്നത്. അതാണ് കുറെ കൂടെ അത്ഭുതപ്പെടുത്തുന്നത്. കാര്യം ഇന്ന് ആധുനിക യുഗത്തിലെ ഒരുപാട് മെഷീനറികൾ കിടന്ന് ചെറുതും വലുതുമായിട്ടുള്ളത് കിടന്ന് കളിക്കുമ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ
ഒരു ആക്സോ ബ്ലേഡ് മാത്രം ഉപയോഗിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ അത് പ്രത്യേക കഴിവ് തന്നെയാണ് കേട്ടോ. ഇച്ചിരി പണിയാണ്. തീർച്ചയായും ആ ക്ഷമയും ശ്രദ്ധയും ബുദ്ധിയും എല്ലാം അതിനകത്ത് വലിയൊരു ഘടകമാണ്. ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ആ വീണയാണ്. ഓ ശരി ശരി. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഈ വീണയാണല്ലേ? വീണയാണ്. അതെ, ഈ വീണ. അത് ചിരട്ട കൊണ്ടാണ്. ചിരട്ട കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഈ വീണ. ഓ ശരി ശരി. ഇത് ചിരട്ടയാണ്. ഈ അടിഭാഗം ഇതിൻ്റെ ഇതിൻ്റെ കുടവും ചിരട്ടയാണ്. ബാക്കി ഈ ഭാഗം മാത്രം തടിയാണ്. ഓ ശരി ശരി. അപ്പോൾ ഇതിങ്ങനെ കളിവീണ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് ഇഷ്ടമായി. അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പൈസ മേടിച്ചിട്ടല്ല, നമ്മുടെ ഒരു സംതൃപ്തി. അങ്ങനെ ഇതെല്ലാം കുറേ ഉണ്ടാക്കി. അപ്പോൾ അവരെല്ലാം ഷോക്കേസിൽ കൊണ്ടുവച്ചു. പിന്നെ ക്രമേണ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ഞാൻ തുടങ്ങിയ പിന്നെ വീണ്ടും ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായി. കൊള്ളാം കേട്ടോ. നല്ല രീതിയിൽ അങ്ങ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വർക്ക് ഭയങ്കര അസാധ്യമായിട്ട് തന്നെയാണ് കേട്ടോ. ഈ വർക്കുകളെല്ലാം ചെയ്തു കണ്ടില്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. നോക്കി അദ്ദേഹം ചെയ്തിരിക്കുന്ന കുറച്ച് വർക്കുകൾ ഇവിടെ ഇരിപ്പുള്ളൂ. അദ്ദേഹം എല്ലാം ഗിഫ്റ്റായിട്ടൊക്കെ പലർക്കും കൊടുത്തിരിക്കുകയാണ്. വീട്ടിൽ കുറച്ച് സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. കണ്ട് എല്ലാം കണ്ടില്ലേ? എന്തൊരു വർക്ക് അദ്ദേഹം ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതൊക്കെ ഇത് നമ്മളുടെ വാങ്ങിക്കൊണ്ടുപോയിട്ട് അങ്ങ് ഇത് ഓരോന്നൊന്ന് പരിചയപ്പെടുത്തി തരുമോ? ആയിക്കോട്ടെ. ഇത് ഭസ്മക്കുടുക്കയാണല്ലേ? ഇതിങ്ങനെ നമ്മളെ ഭസ്മം ഉണ്ടല്ലോ അതിലെ? ഉണ്ട്. അതൊക്കെ ഒരു കൈ കയറത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓ ശരി. ഇങ്ങനെ ഭസ്മം എടുക്കണം. അപ്പം ആ രീതിയിലാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ താഴെയും വയ്ക്കാം. ഓ ശരി ശരി. താഴെ എല്ലാം താഴെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓ ശരി ശരി. പിന്നെ ഇത് ഒരു ഫ്ലവർ വേസ് ആണ്. ഇത് ചിരട്ടയാണ്. ഇതിൻ്റെ ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ മുള. ഓ ശരി. ഇതെല്ലാം ചിരട്ടകളാണ്. ബാക്കിയെല്ലാം ചിരട്ടയാണ്. എല്ലാം ചിരട്ടകളാണ്. ഇത് സ്റ്റാൻഡും ചിരട്ടയാണ്. പിന്നെ ഒരു കൗതുകത്തിന് അതിനകത്ത് ഫ്ലവർ വെച്ചിരിക്കുന്നു എന്നുള്ളത്. ഓ ശരി ശരി. പിന്നെ ഇത് ഒരു അത്ഭുത വിളക്കാണ്. ആലിബാബയും അത്ഭുത വിളക്കും എന്ന് പറയുന്നല്ലേ? നമുക്ക് ഇങ്ങനെ തുറക്കാനുള്ള ഒരു സംവിധാനം. എന്തെങ്കിലും തുറന്ന് കാണിച്ചത്? ഓ കൊള്ളാമല്ലോ. നെല്ല് കിടക്കാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുതെ ഇട്ട് വയ്ക്കുന്നതാണ്. ഒരു രസമായിക്കോട്ടെ. തീർച്ചയായും രസമാണ്. എന്തെങ്കിലും വെച്ചല്ലോ എന്നിരിക്കട്ടെ. പിന്നെ ഇതൊരു ചെറിയ ജഗ്ഗാണ്. ചെറിയ ജഗ്ഗാണ്. കണ്ടില്ലേ? ഇതെല്ലാം അകത്തോട്ടൊക്കെ ഉണ്ട്. കണ്ടല്ലേ? ഇതിനകത്ത് കുറച്ച് ദിവസമൊക്കെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുടിക്കാൻ വെള്ളം ഉപയോഗിച്ചിരുന്ന. പിന്നെ ഇതൊരു നിലവിളക്കാണ്. ഇവിടെ ഇത് തടിയാണ്. ഓ ശരി. ബാക്കിയെല്ലാം ചിരട്ടയാണ്. കൂമ്പും തടിയാണ്. തടിയാണ്. ബാക്കി ഇതെല്ലാം കൂമ്പും തണ്ടും മാത്രം തടി. ബാക്കിയെല്ലാം ചിരട്ടയാണ്. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു റാന്തലാണ്. ഇതിന് ഒരുപാട് പോരായ്മയാണ്. എന്നാലും അല്ല, അകത്ത് ഇതിനേക്കാൾ പെർഫെക്ഷൻ റാന്തലോട് ഇരിക്കുന്ന കണ്ടേ? ഉണ്ട് ഇവിടെ ഉണ്ട്. ഇത് കുറച്ചുകൂടെ ഡെവലപ്പായി അല്ലേ? അത് കഴിഞ്ഞ് ഇതും പിന്നെ നമ്മൾ റാന്തലിന്റെ ലോകം തന്നെ സൃഷ്ടിച്ചോളല്ലേ? കണ്ടില്ലേ? പെർഫെക്ഷൻ ഭയങ്കരമാണ്. അതായത് ഉണ്ടാക്കിയ റാന്തലാണ്. കണ്ടില്ലേ? നോക്കി എന്തൊരു പെർഫെക്ഷനാണ്. ഓരോന്നും മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓരോ കാര്യങ്ങളും അതൊരു വിളക്ക് തന്നെയാണ്. പിന്നെ ഇത് ഒരു ജഗ്ഗാണ്. ഇത് ഇങ്ങനെ തുറക്കാവുന്ന. ഇതെല്ലാം തുറക്കാൻ പറ്റും. വെള്ളം ഇങ്ങനെ ഒഴിക്കുകയും ചെയ്യാം. അത് വെള്ളം എല്ലാം വരും. പിന്നെ ഇതൊരു വൈൻ ഗ്ലാസ് ആണ്. ഓക്കെ. അതെല്ലാം കൊള്ളാമല്ലോ, ഗംഭീരമാണല്ലോ അല്ലേ? പിന്നെ ഇതൊരാൾക്ക് കൊടുക്കാനുള്ളതാണ്. ഇതാക്കി കൊടുക്കാൻ, ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള അതും ഭസ്മച്ചട്ടിയാണ്. വലിയൊരു കൈയൊക്കെ കിടക്കുന്ന ഒരു ഭസ്മച്ചട്ടിയാണ്. പിന്നെ ഇത് വേറൊരു വെറൈറ്റി ജഗ്ഗാണ്. ഇത് വെറൈറ്റി ജഗ്ഗാണ്. കൊള്ളാം, നന്നായിട്ടുണ്ടല്ലോ. ഈ ഇന്ത്യയുടെ ടൈപ്പ് വരും. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതെല്ലാം ചിരട്ട തന്നെയാണ്. കംപ്ലീറ്റ് ചിരട്ട തന്നെയാണ് അല്ലേ? കംപ്ലീറ്റ് ചിരട്ട തന്നെയാണ്. ഇതുവരെയും ചിരട്ടയാണ്.
ഇതൊരു പ്രത്യേക ചെപ്പാണ്. ചെപ്പാണ്, കുങ്കുമച്ചെപ്പ് പോലെ ഉള്ള ഒരു ചെപ്പാണ്. ചെപ്പാണ്. ഇതൊക്കെ എത്ര ദിവസം എടുക്കും ഇതൊക്കെ വർക്ക് ചെയ്ത് തീർക്കാനായിട്ട്? ഇത് 4 ദിവസമൊക്കെ എടുക്കും. 3-4 ദിവസമൊക്കെ എടുക്കും. ഇതിനൊക്കെ സമയം ഇതിനിടയിൽ കണ്ടെത്തുന്നുള്ളതാണല്ലേ? അതെ അതെ, മറ്റുള്ള വർക്കിനെ പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇതൊക്കെ ചെയ്ത് നമുക്ക് കിട്ടുന്ന സംതൃപ്തി വലുതല്ലേ? ഇതിന്റെ ഓരോ പീസും ഫിനിഷ് ചെയ്തെടുക്കണമെങ്കിൽ കൈ കൊണ്ടല്ലേ, ഇച്ചിരി വിഷമമാണത്. ഓ ശരി ശരി. വളരെ സ്ലോയിലേ ചെയ്യാൻ പറ്റും. വളരെ സ്ലോയിലെ. പിന്നെ ആ പെർഫെക്ഷൻ വേണമെങ്കിൽ നമ്മൾ അത്ര ശ്രദ്ധ വേണമല്ലോ, സമയം എടുക്കും. ഇതും ഒരു ഫ്ലവർ വേസാണ്. കൊള്ളാം, ഗംഭീരമാണ് കേട്ടോ. ഇതളുകളൊക്കെ ചെയ്ത് കണ്ടില്ല, രസമായിട്ടുണ്ട്. ഒരു താമരയുടെ സങ്കല്പമാണ്. താമര സങ്കല്പം ചെയ്തിരിക്കുന്നത് കൊള്ളാം, നന്നായിട്ടുണ്ട്. താമര തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ ഒരു പീസ് മാത്രമല്ല, ഒന്ന് കറക്കി കാണിച്ച സംഭവം എല്ലാ ഇതളുകളും ഒക്കെ ഒന്ന് കാണാനില്ലേ, ഗംഭീരമാണ് കണ്ടില്ലേ. താമരപ്പൂ തന്നെയാണ് ശരിക്കും. സങ്കല്പം ആ സങ്കല്പം കറക്റ്റാണ്. അങ്ങയുടെ മനസ്സിലെ കാഴ്ചപ്പാട് എന്താണോ അത് വരുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് സക്സസ് ആയിട്ടുമുണ്ട്. ഇതും വേറൊരു ടൈപ്പിലുള്ള ഒരു ജഗ്ഗാണ്. കൊള്ളാം. പിടിയും ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഈ ടോപ്പും പാവട്ടും എല്ലാം അതുമല്ല ഒരു അടപ്പമുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് സാനിറ്റൈസറാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ സാനിറ്റൈസർ തീർന്നുണ്ട്, അല്ലെങ്കിൽ ഉപയോഗിച്ച് കാണിക്കാനല്ലേ? ഉപയോഗിച്ച് കാണിക്കാമായിരുന്നു. സാനിറ്റൈസർ നമ്മളെ കോഡിനെയും അനുസ്മരിച്ചുകൊണ്ട് അതുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ? അതെ. പിന്നെ ഇത് നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു ചെടിയാണ്. ശരി, നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു ചെടിയാണ്. ഒരു പൂവ്. ഇത് കണ്ടുടഞ്ഞ ഒരാൾ ആവശ്യപ്പെട്ടു, ഒരാൾക്കാണ് ഉണ്ടാക്കി കൊടുത്തു. അതൊന്നും പൈസ വാങ്ങിക്കൊണ്ടല്ല, നമ്മളോട് പറയുന്നു. അപ്പോൾ നമ്മളെ ഒരു തൃപ്തി. ശരി 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 ശരി. അപ്പോൾ അവരും കൊണ്ടുപോയി ഷോക്കേസ് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണമെന്നുണ്ട്, പക്ഷേ നമ്മൾ അങ്ങനെ വിൽപ്പനയ്ക്കായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ അത് വിൽപ്പനയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇത് ആൾക്കാർ ഒരുപാട് വാങ്ങാൻ തയ്യാറാണ്. കാര്യം ഇതൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ടാണെങ്കിലും വീടുകളിൽ വെക്കാനാണെങ്കിലും ഒക്കെ ആൾക്കാർ ഒരുപാട് ആകൃഷ്ടരാകുന്ന ഒരു സാധനം തന്നെയാണ്. ഇത് ഒരാർട്ടാണ്. ഒരാർട്ടാണ്. അപ്പം ഇത് നമ്മുടെ അടുത്തുള്ള ഒരാൾ വന്നിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നിട്ടാണ് എടുത്തുകൊണ്ട് പോയത്. നമ്മൾ വേണ്ടാന്ന് പറയണമെങ്കിൽ ഒരു എമൗണ്ട് തന്നിട്ടാണ് പോയത്. അപ്പോൾ അതത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, അങ്ങനെ ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. അത്രയും ശ്രദ്ധയോട് ചെയ്തേക്കുന്ന ഒരു വർക്കല്ലേ, അത് ഇഷ്ടപ്പെടുമല്ലോ. ഡോക്ടറാണ്, സഞ്ജീവനിയുടെ ഡോക്ടറാണ് അല്ലേ? ഓ ശരി. അദ്ദേഹത്തിന് അതിൻ്റെ മൂല്യം മനസ്സിലായി എന്താണെന്നുള്ളത്. അതാണ് അദ്ദേഹം അങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ മാന്യമായ ഒരു വേതനം തന്ന് കൊണ്ടുപോയത്. ഇത് ഒരു ചെടിയാണ്. ഇതെല്ലാം ചിരട്ടയാണ്. കംപ്ലീറ്റ് ചിരട്ടയാണല്ലേ? ഈ മുട്ടും ചിരട്ടയാണ്, ഈ പൂവും ചിരട്ടയാണ്. പൂവും ഇതളും ഇലയും എല്ലാം കുറച്ച് വിരിഞ്ഞ് കൂടുതൽ വിരിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ലാസ്റ്റ് പൊഴിഞ്ഞു പോയൊരു രംഗമാണ്. ഓ ശരി ശരി. പിന്നെ ഇത് എനിക്കും വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്. നന്നായിട്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഈ വർക്കാണ്. അത് ഇതിൻ്റെ ഈ സൈഡൊക്കെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് ഇത് സെറ്റ് ചെയ്യുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് സമയം എടുത്തിട്ടുണ്ട്. വർക്ക് അതുപോലെ ചെയ്യാൻ വിജയപ്രദമായിട്ടുണ്ട്. അങ്ങയുടെ ഈ കഴിവിൽ അങ്ങ് സക്സസ് ആണെന്ന് തന്നെ പറയേണ്ടി ഇരിക്കുന്നു. കഴിയുന്നൊക്കെ കൂടി ചെയ്യുക. അത് ചെറുപ്പം പോലെ കഴിയുന്നൊക്കെ ചെയ്യുക. ഒന്നിനും ഇതൊരു മണിയാണല്ലേ? ഇതൊരു മണിയാണ്. ഇത് ശബ്ദം വരെ ഉണ്ട്. പെർഫെക്ഷൻ ഭയങ്കരമാണ് കേട്ടോ. ഇതിനകത്തിൽ മൊത്തം ചിരട്ടയാണ്. ചിരട്ട. ഈ അടി കിടക്കുന്ന മണിയെല്ലാം ചിരട്ടയാണല്ലേ? ശരി. പിന്നെ ഇത് മാന്ത്രിക വിളക്കിൻ്റെ ചെറിയ സൈസാണ്, വേറെ ടൈപ്പാണ്. മാന്ത്രിക വിളക്ക് ചെറിയ ടൈപ്പ്. ഇത് വേറൊരു ടൈപ്പ്. നന്നായിട്ടുണ്ട് കേട്ടോ. വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. കുപ്പിന്ന് ഭൂതം വരുന്നല്ലേ? അത് തന്നെ. പക്ഷേ ഇതിന് അടിയിൽ ഇതളുകളില്ല. അതൊരു
അതും താമരക്കകത്ത് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ആൾക്കാരെ ആഗ്രഹിച്ചാണ്, പക്ഷേ നമ്മളവിടെ അങ്ങനെ എങ്ങനെ വില പറയുന്നൊക്കെയുള്ള അവരുടെ ബുദ്ധിമുട്ടല്ലേ? വിലയ്ക്ക് കൊടുത്താൽ തന്നെ നമുക്ക് അത് മുതലായില്ല. കാരണം ഈ ശരിയാ, അത് അത്രയും കഷ്ടപ്പാടും 3-4 ദിവസത്തെ മെനക്കേടും അല്ലേ? 3-4 ദിവസം മെനക്കേടും ഒരു കലയല്ലേ? അതെ, തീർച്ചയായും ആ കലയ്ക്കൊരു മൂല്യം ഉണ്ടല്ലോ. ഇതൊക്കെയാണ് അങ്ങയുടെ പണിയായുധങ്ങളും കാര്യങ്ങളൊക്കെ, പണിശാല എന്ന് വേണമെങ്കിൽ പറയല്ലേ? പണിശാല. ഇവിടെ ഇരുന്നാണ് ഇതെല്ലാം ചെയ്യുന്നില്ലേ? ഇത് പ്രകാശമൊക്കെ ഉണ്ടല്ലോ. പ്രകാശമുണ്ട്. ഇപ്പം ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഇതൊരു വലിയ ജഗ്ഗാണ്. ജഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഈ സൈഡില് വീതിയുള്ള ഒരു പിടി വരും, കൈപ്പിടി വരും. അതിങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കും. അത് ചിരട്ട കൊണ്ടാകുമ്പോൾ അത് 3 ലെയറായിട്ട് അത് ഉണ്ടാക്കും. 3 ലെയറായിട്ടാണ്. അപ്പോൾ ചിരട്ട കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി 3 ലെയറായിട്ട് ഒട്ടിച്ചെടുത്തെങ്കിൽ മാത്രമേ അതുണ്ടാക്കാനൊക്കെ പറ്റും. ഇച്ചിരി താമസമുണ്ട്. അപ്പോൾ അത് വേറെ ഡൈ ഒന്നുമില്ല, അങ്ങനെ തന്നെ വെട്ടിയെടുത്തിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ട് പേപ്പറിൽ ഒട്ടിച്ചിട്ട് അത് 3 ലെയറായിട്ട് ഒട്ടിച്ചിടും. അപ്പോൾ പിന്നെ നല്ല ബലമാണ്. പിന്നെ മിനുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പാടുകളൊന്നും കാണില്ല. അപ്പോൾ അത്രയ്ക്ക് പണിയാണ് അന്നേരം. ഇതെല്ലാം മറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അതുപോലെ പിടിച്ച് വൃത്തിയാക്കി ലെവലാക്കി എടുക്കണം. അത് പല ചിരട്ടകൾ, എത്ര അളവുള്ള ചിരട്ടകളാണെങ്കിൽ അതിന് ഒരു ഇത് വരണ്ടേ, ആകൃതി അതിന്റെ മെഷർമെന്റ് അതൊക്കെ അത് കിട്ടണം. ചിരട്ട വെച്ചാൽ മാത്രം പോരല്ലോ. അപ്പോൾ ഇത് ഒരു കിണ്ടിയാണ്. കിണ്ടി ചെയ്തോണ്ടിരിക്കുകയാണല്ലേ? അതിന്റെ വാല്, ഇതിന്റെ ഈ വാല് മാറ്റാൻ, എല്ലാം ചിരട്ടയാണല്ലേ? ഇത് മാറ്റാനായി വാല്. ഇത് മാറ്റിയിട്ട് ഇത് റൗണ്ട് ആക്കാനാണ്. എങ്കിലേ ഇതിന് യോജിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പണി ഇവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്. അതെനിക്ക് ഇതായിട്ട് തോന്നുന്നു. എനിക്കും തോന്നുന്നു റൗണ്ട് ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതാണ് മാറ്റി വെച്ചത്. പിന്നെ ഇതേ പറഞ്ഞല്ലോ മയിലാണ്. പിന്നെ വേറെ പല സൃഷ്ടികളും ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്, ചിന്തയിലുണ്ട്. അതൊക്കെ ആഗ്രഹിക്കുന്നതിനേക്കാൾ മേളിൽ ചെയ്തെടുക്കാൻ സാധിക്കണം. പിന്നെ എവിടെയെങ്കിലും നല്ല തേങ്ങ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുത്തോണ്ട് വരും. അതിന് എത്ര രൂപ ആണെങ്കിലും മേടിച്ചോണ്ട് വരും. ശരി. അങ്ങനെ പിന്നെ തേങ്ങ ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, മുറിച്ച് വെക്കത്തുള്ളൂ. മുറിച്ചിട്ട് പിന്നെ ഒട്ടിക്കണം. അതൊരു വലിയ പണിയാണ്. അല്ലാതെ ഒറ്റയ്ക്ക് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ പിന്നെ ചൈനക്കാരോടുള്ള ആയുധങ്ങളൊക്കെ വേണം. അതൊന്നും നമ്മുടെ താല്പര്യമില്ല, നമ്മൾ ഉപയോഗിക്കാറുമില്ല. തന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കണമല്ലോ തേങ്ങ, വെറുതെ അങ്ങനെ കളയാനില്ലല്ലോ. അതെ, ചെറിയ ഗ്രൈൻഡിങ് മെഷീനൊക്കെ ഉപയോഗിക്കാൻ നല്ലതാ, കുഴപ്പമില്ല. കാര്യം ഇപ്പൊ ആധുനിക യുഗത്തിലെ മെഷീനറികളൊക്കെ ഒരുപാട് കിട്ടുമല്ലോ. നമുക്ക് കായിക അധ്വാനം കുറയും. രണ്ടാമത്തെ കാര്യം നമ്മുടെ സമയലാഭം. അതോടെ മേടിച്ചാലേ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ചുകൂടെ പെർഫെക്ഷൻ കൊണ്ടുവരാൻ സാധിക്കും. മറ്റേ അത്രയും സമയം എടുക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ഇതിൻ്റെ ഈ ഒരു ലീഫ് കൈ കൊണ്ട് കട്ട് ചെയ്യണമെങ്കിൽ വലിയ പണിയാണ്. ഈ ഒരു ലീഫ് ഇത് കട്ട് ചെയ്ത് ഇത്രയും ഷേപ്പാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ, നേരെ മറിച്ച് ഇത് മെഷീൻ ഉണ്ടെങ്കിൽ ലൈൻ കൊടുത്തു കഴിയുമ്പോഴത്തന്നെ അത് 5 മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. നേരെ മറിച്ച് ഇങ്ങനെ കട്ട് ചെയ്തു, പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തു, പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത്, ഇങ്ങനെ കട്ട് ചെയ്ത്, പിന്നെ ഇത് കൈ നിൽക്കത്തില്ല. പിന്നെ ഇവിടെ കോണ് കട്ട് ചെയ്യണം. അങ്ങനെ പിന്നെ ഇത് മിനുക്കി പേപ്പറൊക്കെ ഇട്ട് പിടിച്ചെടുക്കാം, അപ്പോൾ ഷേപ്പാക്കി എടുക്കണം. അത്രയും സമയം ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. അതെ. കാണുന്നവർക്ക് നമ്മൾ വളരെയേറെ നിസ്സാരമാണ്. അതെ, കാണുന്നവർക്ക് ഒരു നമ്മള് ചില കാര്യങ്ങൾക്ക് കാഴ്ചകളെ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിന്റെ ഒരു പരിശ്രമം എന്ന് പറയുന്നത് വലുതാണ്. അത് ജനങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല. ഞാൻ ചോദിക്കുന്നവരോട് പറയുന്നത് വിലയില്ലാത്ത സാധനമാണ്. വിലയില്ലാത്ത സാധനത്തിൽ വിലയില്ലാത്ത പണി ചെയ്യുകയാണ്. അത് വലിയൊരു മനസ്സാണ് അങ്ങ് പറയുന്നത്. പക്ഷെ അങ്ങനെ വിലയില്ലാത്ത സാധനമൊന്നും അല്ല. ഇതൊക്കെ ചോദിക്കുന്ന വിലയ്ക്ക് കൊണ്ടുപോകാൻ ആളുണ്ട് ഈ ലോകത്ത്. ഡിമാൻഡ് കാര്യം ഇത് കുറെ ചിരട്ട ഒരാളെ കൊണ്ട് കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കാൻ തന്നെ പറ്റുന്ന കാര്യമല്ല. ഇത് അതെന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റിംഗ് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ആരോ ഒരാൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങൾ. പിന്നെ അത് വിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. ശരി. ഇത് കൊള്ളാം കേട്ടോ. അങ്ങപ്പം ഇപ്പം ഈ ഒരുപാട് ഇതിൽ കൂടുതൽ ഇനി വേറെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ശരിക്കും നിലവിലെ? നിലവിൽ വേറെ പല സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം സെയിൽ ചെയ്തിട്ടുണ്ട്. അത് ആൾക്കാർ അത്ര ഒഴിവാക്കാനാക്കാത്ത ആൾക്കാർ വരുമ്പോൾ കൊടുക്കും.
പൈസക്കായിട്ടല്ല കൊടുക്കുന്നത്, ഓ ശരി. അവർ പൈസ തന്നിട്ട് കൊണ്ടുപോകാറ്. പിന്നെ അല്ലാതെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ വീട് അതും ഇതുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലരെ പറയും എനിക്കിവിടെ ഒന്ന് ഉണ്ടാക്കി തരണം എന്ന് പറയും. അപ്പം പല ഷോക്കേസിലും ഇരിപ്പുണ്ട്. നമ്മുടെ എൻ്റെ കയ്യിലുണ്ട് ചെയ്ത വീണ. നമ്മൾ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ അടയാളമാണത്. അതെല്ലാം ഞാൻ കയറിയിടത്തെല്ലാം നമ്മുടെ കയ്യൊപ്പ്. പിന്നെ തീർച്ചയായും അത് ഷൈനിങ് അല്ലേ. ഇപ്പം ഞാനായാലും മറ്റൊരാളായാലും ആരായാലും നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ആയിട്ടുള്ള ഒരു കയ്യൊപ്പ് വേണ്ടേ. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു ഈ ലോകത്ത്, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് അടയാളപ്പെടുത്തി പോകണ്ടേ. അല്ലാതെ നമ്മൾ മഹാന്മാരും അല്ലല്ലോ, ഓർത്തിരിക്കാനുണ്ട്. അപ്പം നമ്മുടെ ഒരു കയ്യൊപ്പ്. പിന്നെ തീർച്ചയായും അത് വലിയൊരു കാഴ്ചപ്പാടാണ്. പരിശ്രമം കൊണ്ടല്ലേ പറ്റത്തുള്ളൂ. എന്തോ ആരും 1000 കൊല്ലത്തെ 100 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നില്ല, എല്ലാം ചെയ്തല്ലേ എക്സ്പീരിയൻസ് ആകുന്നത്. ഞാൻ ശരിക്കും എനിക്ക് വരയ്ക്കാൻ വലിയ ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. എൻ്റെ സ്ഥിരം പരിപാടിയത്. അങ്ങേക്ക് ഇത്തരം കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ചിലരൊക്കെ കഴിവുകളുണ്ടായിട്ടും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്തിട്ടും അത് പുറലോകത്തെ കാണിക്കാതിരിക്കുക, അതൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഉള്ളിലെ ചില അപകർഷത, ഞാൻ ചെയ്യുന്നത് അത്രയും കൂടി ശരിയായിട്ടില്ല എന്നുള്ളൊരു ചിന്ത ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട് അങ്ങയുടെ ഈ ഒരു എക്സ്പീരിയൻസിൽ, അങ്ങയുടെ ഈ പ്രായത്തിൽ എന്താണ് അവരോട് പറയാനുള്ളത്? ഞാൻ പറയുന്നത് അവർ മടിച്ചിരിക്കാതെ ഉണ്ട്. ആ ഉള്ളിലെ കഴിവുകൾ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ നമ്മൾ വർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അത് ആദ്യം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇതായിട്ട് തോന്നാം, ഒരു മൈനസ് പോയിൻ്റായിട്ട് തോന്നാം. പിന്നീട് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനാണിത്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, വെറുതെ ജന്മം പാഴാക്കി കളയാതെ അവരവരുടേതായ ഓരോ കൈമുദ്രകൾ എവിടെയെങ്കിലുമൊക്കെ കാണുമല്ലോ. നമ്മളിനി നമ്മുടെ കാലം കഴിഞ്ഞു പോയാലും ഇപ്പം നമ്മളിത് ഈ സാധനം വേറൊരാൾ ഉപയോഗിക്കുമ്പോൾ അത് ഇന്ന ആൾ ചെയ്തതാണ് എന്നൊരു ഓർമ്മ. അതെ, തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് വെറുതെ സമയം കളയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ ഒരു 4-5 ദിവസം മുമ്പ് മാന്നാർ ഒരു സുഹൃത്തിന് വീട്ടിൽ ചെന്നപ്പോൾ അവിചാരിതമായിട്ട് ഇതുപോലൊരു ആളെ കണ്ടുപിട്ടി. അങ്ങയുടെ അത്രയൊക്കെ പ്രായം കാണുമായിരിക്കും അദ്ദേഹത്തിന്. അദ്ദേഹം തടിയൽ കുറേ വർക്കുകൾ ചെയ്ത് വെച്ചിരിക്കും. ഇതേപോലെ തന്നെ തടിയൽ, ആന, പിന്നെ പറങ്ങാണ്ടി, അങ്ങനെയൊക്കെയുള്ള ഈ ഓരോ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് വെച്ചേക്കുക. മയിൽ, ഇങ്ങനെ പെർഫെക്ഷനൊക്കെ ഭയങ്കരമാണ്. അപ്പം അദ്ദേഹത്തോട് ചോദിച്ച് ഞാൻ വീട്ടിൽ വന്ന് ഒന്ന് വർക്ക് എടുക്കണം, അപ്പം ജസ്റ്റ് ഒന്ന് 2 ദിവസം കാണിച്ച് പുള്ളി വർക്ക് എടുത്തു. അപ്പോൾ അദ്ദേഹം വന്ന് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചേ ഇരിപ്പുള്ളൂ. എല്ലാം ഞാനിങ്ങനെ ആൾക്കാർക്കും കൊടുക്കുമോ, ആരെങ്കിലും ഒരു കല്യാണം വിളിച്ചാലും പെരവാസത്തിൽ വിളിച്ചാലും ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന ഇതാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ അത് കൊള്ളാമല്ലോ, നല്ലൊരു കാര്യമാണ്. പുള്ളി അന്ന് അദ്ദേഹം പറഞ്ഞ വലിയ കാര്യം, ഞാൻ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിൻ്റെ അടയാളമാണ് ഞാൻ ഈ കൊടുക്കുന്നത്. അതിൻ്റെ അടയാളമാണ് ഞാൻ ഈ കൊടുക്കുന്നത്. കാര്യം അവർ എപ്പോഴേലും ഇത് എടുത്ത് തുടയ്ക്കുവോ പൊടി തട്ടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം എന്നെ ഓർക്കും, അതില്ല അങ്ങാരി കൊണ്ട് തന്ന സാധനമാണ് എന്ന് അവർ പറയും. അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറയുകയും ചെയ്തു, അദ്ദേഹത്തിന് അങ്ങയുടെ മനസ്സ് വലിയൊരു കാഴ്ചപ്പാടുള്ള മനസ്സാന്ന് പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ കൂടെ ആർക്കെങ്കിലുമൊക്കെ ഗുണം വരുന്നെങ്കിൽ അത് ചെയ്യുക, അല്ലാതെ വെറുതെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. വെറുതെ ഇരുന്നാലും നമ്മൾ കുറേ തുരുമ്പിച്ചു. എന്നാൽ പിന്നെ ആവുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പം സർവേശ്വരൻ്റെ അങ്ങക്ക് ആയുസ്സും ആരോഗ്യവും തരട്ടെ. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അങ്ങേക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വർക്കുകൾ, ധാരാളം വർക്കുകൾ ഈശ്വരാനുഗ്രഹത്താലെ പെർഫെക്ഷനോട് ചെയ്യാനുള്ള അവസരവും ഭാഗ്യവും ആയുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ. ഫാമിലി സപ്പോർട്ട് ഉണ്ടാകട്ടെ, എല്ലാം ഉണ്ടാകട്ടെ. സമൂഹം ഇത് ഏറ്റെടുക്കട്ടെ. അപ്പം ഇത് കാണുന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങാൻ തയ്യാറാകുക. അതൊക്കെ നല്ല വർക്കുകളാണ്. ഓക്കെ. അപ്പം എല്ലാവർക്കും താങ്ക്സ്. അങ്ങേക്ക് സ്പെഷ്യൽ താങ്ക്സ്.